Assalamu alaikum. Welcome to today's EVS class. Hope you all are doing well at your homes. In the last class, our third lesson was over. What was the theme of our third lesson? Yes, elephants. So, now we are moving into our next lesson. Chapter 4. Do you know what is the title of Chapter 4? The Story of Amrita. The Story of Amrita. As the title indicates, it is a story. This is a true story from long ago. Main character of this story is Amrita. At first, we want to understand the story. After that, we can discuss the facts and also the task. നമ്മൾ ഫോർത്ത് ലെസൺ സ്റ്റാർട്ട് ചെയ്യാണ്. അമൃതയുടെ സ്റ്റോറിയാണ് ഫോർത്ത് ലെസൺ. ദ സ്റ്റോറി ഓഫ് അമൃത. ഈ സ്റ്റോറി ഒരുപാട് നാളുകൾക്ക് മുന്നേ നടന്നിട്ടുള്ള ഒരു ട്രൂ സ്റ്റോറിയാണ്. ഗജലി എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് ഈ സ്റ്റോറി നടക്കുന്നത്. ഈ ഗജലി വില്ലേജ് എന്ന് പറയുന്നത് രാജസ്ഥാൻ സ്റ്റേറ്റിലെ ജോധ്പൂർ എന്ന് പറയുന്ന വില്ലേജിന് അടുത്തായിട്ടാണുള്ളത്. നമുക്കറിയാം രാജസ്ഥാനിൽ കൂടുതലും ഡെസേർട്ട് ഏരിയയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വില്ലേജാണ് ഗജലി വില്ലേജ്. ലുക്ക് അറ്റ് ദ സ്ക്രീൻ. You can see where is the state Rajasthan is situated in India's map. The village got its name because of the many gajadi trees that grew there. ഒരുപാട് ഗജദി ട്രീസ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഗജദ്ലി വില്ലേജ് എന്നുള്ള ഒരു പേര് ഇതിന് വന്നത്. അമൃതയുടെ വില്ലേജാണത്. അമൃത അവിടെയാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള സ്റ്റോറിയാണ് അല്ലേ. ഓൾമോസ്റ്റ് 300 years ago in a village called Gajadli lived Amrita. Gajadli village is near Jodhpur in Rajasthan. 300 വർഷങ്ങൾക്ക് മുമ്പ് ഗജദ്ലി വില്ലേജിലാണ് അമൃത ജീവിച്ചിരുന്നത്. രാജസ്ഥാൻ സ്റ്റേറ്റിലെ ജോധ്പൂരിനടുത്താണ് ഈ ഗജദ്ലി വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ഇങ്ങനെയൊരു പേര് ലഭിച്ചത് അവിടെ കുറേയധികം ഗജദി ട്രീസ് വളർന്നിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പേര് ഈ വില്ലേജിന് ലഭിച്ചത്. The people of this village took great care of the plants, trees, and animals. Goats, deer, hares, and peacocks roamed fearlessly there. The people of the village remembered what their elders used to tell them. They used to say, "Plants and animals can survive without us, but we cannot survive without them." ആ വില്ലേജിലെ ജനങ്ങൾ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ട്രീസിനെയും ഒക്കെ വളരെയധികം സ്നേഹിച്ചിരുന്നു. വളരെ നന്നായി കെയർ ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്? അവരുടെ എൽഡേഴ്സ് അവരുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ആനിമൽസിനും പ്ലാന്റ്സിനും ഒക്കെ നമ്മളില്ലെങ്കിലും ഹ്യൂമൻ ബീയിങ്സ് ഇല്ലെങ്കിലും ഇവിടെ ജീവിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് അങ്ങനെയല്ല. നമുക്ക് പ്ലാന്റ്സും ആനിമൽസും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ട്രൂത്ത് അവരുടെ എൽഡേഴ്സ് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നാട്ടുകാർ വളരെയധികം ഇഷ്ടത്തോടെയാണ് പ്ലാന്റ്സിനെയും ട്രീസിനെയും ഒക്കെ പരിപാലിച്ചു പോന്നിരുന്നത്. അവിടെയുള്ള ആനിമൽസൊക്കെ ഭയം കൂടാതെ അവിടെ മൂവ് ചെയ്തുകൊണ്ടിരുന്നു.
Amrita would get up early every morning and greet her friends, that is, the trees. She would choose a special tree for the day. She would put her arms around the tree trunk and whisper to the tree, "Friend, you are strong and beautiful. You care for us. Thank you, tree. I love you very much. Give a strength to me also." അമൃതയും ഇതുപോലെ ആ നാട്ടുകാരുടെ പോലെ തന്നെ വളരെയധികം പ്ലാന്റ്സിനൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു. അവളുടെ ഒരു ഫ്രണ്ടാക്കി വെച്ചത് ഒരു ട്രീയെയാണ്. നമുക്കൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവൂലേ. അമൃതയുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു ട്രീ ആയിരുന്നു. അപ്പോൾ എന്നും മോർണിംഗിൽ അവൾ എഴുന്നേറ്റ ഉടനെ ആ ട്രീയുടെ അടുത്ത് പോയി അതിനെ ഹഗ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെറുതായി കൊണ്ടിരിക്കും. നീ വളരെ ബ്യൂട്ടിഫുള്ളാണ്, സ്ട്രോങ് ആണ്, നീ ഞങ്ങളെ വളരെയധികം കെയർ ചെയ്യുന്നുണ്ട്, താങ്ക് യു ട്രീ എന്നിങ്ങനെ അതിനോട് പറയാറുണ്ട്. ഐ ലവ് യു വെരി മച്ച് എന്നൊക്കെ ആ ട്രീയുടെ അടുത്ത് പറയാറുണ്ട്. അത്രയും അധികം അവൾക്ക് ആ ട്രീനെ ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെയാണ് ആ വില്ലേജിലുള്ള ബാക്കിയുള്ളവരും. അവരെല്ലാവരും ഓരോ ട്രീസിനെ അവർക്ക് വളരെയധികം ഇഷ്ടമാണ്, കെയർ ചെയ്യുകയും ചെയ്തിരുന്നു. Time went by. Amrita was now grown up. One day she went to greet her trees. She saw that there were some strangers in her village. They had axes with them. They said that the king had sent them to cut trees for wood. The wood was needed for building the king's palace. അമൃത ഒരുപാട് വലുതായി. നാളുകൾക്ക് ശേഷം അമൃത ഇതുപോലെ അവളുടെ ട്രീസിനെ ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടി ചെന്ന് നിൽക്കുന്ന നേരം കുറച്ച് അപരിചിതരായിട്ടുള്ള ആൾക്കാർ വില്ലേജിലേക്ക് വരുന്നത് കണ്ടു. അവരുടെ കയ്യിൽ മഴവും അങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് കാര്യം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, കിങ്ങിൻ്റെ ഓർഡറാണ് ഈ ട്രീസൊക്കെ കട്ട് ചെയ്തിട്ട് പാലസിന് വേണ്ട വുഡ് കൊണ്ടുചെല്ലാനാണ് കിങ് പറഞ്ഞിട്ടുള്ളതെന്ന്. കിങ്ങിൻ്റെ പാലസ് കൊട്ടാരം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള വുഡ്, ആ ഒരു ബിൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള വുഡ് ഈ ട്രീസൊക്കെ കട്ട് ചെയ്തിട്ട് വേണം കളക്ട് ചെയ്ത് കൊണ്ടുപോകാൻ എന്നാണ് ആ സ്ട്രേഞ്ചേഴ്സ് അമൃതയുടെ അടുത്ത് പറഞ്ഞത്. അമൃത അത് കേട്ടപാടെ ആകെ ഷോക്ക്ഡായി. അമൃത വാസ് ഷോക്ക്ഡ്. She went to the tree that the men were about to cut. She put her arms around the tree and hugged it tightly. The men shouted and threatened her, but Amrita did not let go of the tree. The king's men had to follow his order. They had to cut the tree. On seeing this, Amrita's daughters and hundreds of villagers, old and young, hugged the trees to protect them. Many people, including Amrita and her daughters, died to save the trees. ആ സ്ട്രേഞ്ചേഴ്സ് പറഞ്ഞ കാര്യം കേട്ടപ്പോൾ അവൾ അതിന് സമ്മതിച്ചില്ല. അവൾ അത്രയും കെയർ ചെയ്തിരുന്ന പ്ലാന്റ്സ് ആണല്ലേ അത്. അപ്പോൾ അവൾ അതിനെ ഹഗ് ചെയ്ത് നിന്നു. ഇതിനെ കട്ട് ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നിന്നു. പക്ഷേ കിങ് പറഞ്ഞയച്ച ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇല്ല, അവർക്ക് കിങ്ങിൻ്റെ ഓർഡർ നടപ്പാക്കണം അല്ലേ. അങ്ങനെ അവർ അമൃതയെ ഭീഷണിപ്പെടുത്തി. അമൃത ഈ ചെയ്യുന്നത് ഇങ്ങനെ ട്രീസിനെ ഇങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കുന്നത് കണ്ട് അവർ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ കണ്ടപ്പോൾ ബാക്കിയുള്ള വില്ലേജേഴ്സും അതുപോലെ അമൃതയുടെ മക്കളും അമൃതയുടെ ഒപ്പം കൂടി അവരും ഓരോ ട്രീസ് ഇതുപോലെ ഹഗ് ചെയ്ത് നിന്നു. പക്ഷേ അവരുടെ ഒന്നും ആ ഒരു നല്ല ലക്ഷ്യം നിറവേറിയില്ല. കാരണം കിങ്ങിൻ്റെ ജോലിക്കാർ അവരെയെല്ലാം ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത് അവരവരുടെ കിങ് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓർഡർ നിറവേറ്റുകയാണ് ചെയ്തത്. ഇങ്ങനെ ട്രീസിനെ സേവ് ചെയ്യാനുള്ള ഈ ഒരു സ്ട്രഗിളിൽ അമൃതയും അമൃതയുടെ മക്കളും അതുപോലെ വേറെ കുറേ വില്ലേജേഴ്സും മരിച്ചു. When the king heard of this, he could not believe that people gave up their life for trees. He visited the village himself. There he learned about villagers' respect for trees and animals. The villagers' strong feelings for trees affected the king greatly. He ordered that from then on, no tree and no animal would be harmed in that area. Even today, almost 300 years later, the people of this area called Bijnois continue to protect plants and animals. Even though in the middle of the desert, this area is green and animals roam freely without fear.
കിങ്ങിൻ്റെ ജോലിക്കാർ ചെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഗജദ്ലി വില്ലേജിൽ നടന്ന സംഭവങ്ങൾ വിവരിച്ചപ്പോൾ അദ്ദേഹം അമ്പരന്ന് പോയി. അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഇത്രയും അധികം ട്രീസിനെ റെസ്പെക്റ്റ് ചെയ്യുകയും കെയർ ചെയ്യുകയും ചെയ്യുന്ന കുറേ ആളുകളുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റാത്ത അത്ര ഒരു വലിയ കാര്യമായിരുന്നു. അങ്ങനെ കിങ് വിചാരിച്ചു എന്തായാലും ആ ഗജദ്ലി വില്ലേജ് ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് കരുതി അദ്ദേഹം അവിടെ വിസിറ്റ് ചെയ്തു. അവിടെയുള്ള ജനങ്ങളുമായിട്ട് അദ്ദേഹം സംസാരിച്ചു. എന്തുകൊണ്ടാണ് അവർ ഇത്രയധികം ഈ പ്ലാന്റ്സിനെയും ട്രീസിനെയും ഒക്കെ ഇഷ്ടപ്പെടാൻ കാരണമെന്നൊക്കെ അദ്ദേഹം അന്വേഷിച്ചറിഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം മനസ്സിലാക്കിയത് അവരുടെ എൽഡേഴ്സ് അവരെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്ത ഒരു കാര്യമുണ്ട്. ട്രീസിനും പ്ലാന്റ്സിനും ഒക്കെ ഹ്യൂമൻ ബീയിങ്സ് ഇല്ലെങ്കിലും സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഹ്യൂമൻ ബീയിങ്സിന് പ്ലാന്റ്സും ആനിമൽസും ഇല്ലെങ്കിൽ ഒരു ജീവിതം ഇല്ല എന്നുള്ളൊരു കാര്യം അവരുടെ എൽഡേഴ്സ് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കിങ് മനസ്സിലാക്കി. അപ്പോൾ അവർക്ക് ട്രീസിനോടും ആനിമൽസിനോടൊക്കെ ഉള്ള ഈ ഒരു സ്ട്രോങ് എഫെക്ഷൻ കണ്ടിട്ട് കിങ്ങിന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അദ്ദേഹം ഓർഡർ ചെയ്യാണ് ഇനി മുതൽ ആരും ആ ഒരു വില്ലേജിലെ ട്രീസ് കട്ട് ചെയ്യാനോ അവിടുത്തെ ആനിമൽസിനെ ഉപദ്രവിക്കാനോ പാടില്ല എന്നുള്ളൊരു ഓർഡർ ഇറക്കി. ഇത്രയും നാളുകൾക്ക് ശേഷം, അതായത് 300 വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും ഗജദ്ലി വില്ലേജ് അങ്ങനെ തന്നെ തുടരുകയാണ്. ആ ഒരു ഓർഡർ ഫോളോ ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോഴും വരുന്നത്. ഡെസേർട്ടിൻ്റെ നടുവേ സെൻറ്ററിലായിട്ട് നല്ല ഗ്രീൻ ആയിട്ടുള്ളൊരു ഏരിയ, അവിടെ ആനിമൽസൊക്കെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നു, പ്ലാന്റ്സും ഉണ്ട്. അങ്ങനെയുള്ള നല്ലൊരു ഏരിയ ഇപ്പോഴും അവിടെ ഉണ്ട്, ഗജദ്ലി വില്ലേജിൽ ഉണ്ട്. I hope that all of you understood and enjoyed this story very much. That is the story Amrita. So all of you read this lesson 2 times. We can do the activities in the coming class. So here I am going to wind up today's class. Thank you and see you soon.